ഹലോ, ഫിക്ഷൻ്റെ സെക്ഷൻ രണ്ടാമത്തെ നോവലാണ് നോക്കുന്നത്. പാത്തുമ്മാസ് കോട്ട് അല്ലെങ്കിൽ പാത്തുമ്മയുടെ ആട്, റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ലെറ്റ്സ് റീഡ് അബൌട്ട് ദ ഓഥർ. വൈക്കം മുഹമ്മദ് ബഷീർ, popularly known as the Sultan of Bepur, was a freedom fighter, revolutionary, traveler, and dabbler in many jobs before he became a writer who conquered the hearts of millions in Kerala. The secret of his huge popularity was his unconventional use of the Malayalam language, which avoided high literalness and adopted a style that was very close to the spoken variety of ordinary and often poorly educated people. While critics have celebrated modernist and postmodernist features in Bashir's works, the writer himself claimed that he only wrote normal Malayalam. The two most noteworthy qualities that his works reflect are their suggestive wealth and their unique combination of humor and pathos. His works include പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, മതിലുകൾ, ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പയ്ക്കാൻ ആനന്നാർന്നു, അനർഘ നിമിഷം ആൻഡ് others. He has been awarded the Padma Shri, Sahitya Academy Fellowship, Kerala Sahitya Academy Fellowship and വള്ളത്തോൾ അവാർഡ്. സോ സുൽത്താൻ ഓഫ് ബേപ്പൂർ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം ജനിക്കുന്നത് 1908 അദ്ദേഹം മരിച്ചത് 1994. അദ്ദേഹം ഒരു റൈറ്റർ മാത്രമായിരുന്നില്ല. ഹി വാസ് എ ഫ്രീഡം ഫൈറ്റർ, റെവല്യൂഷണറി, ട്രാവലർ. അദ്ദേഹം റൈറ്റിങ്ങിലൂടെ തിരിയുന്നതിന് മുൻപ്, അല്ലെങ്കിൽ റൈറ്റിംഗ് അദ്ദേഹത്തിൻ്റെ കരിയർ ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വേറെയും പല ജോലികൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ആ ഒരു കോമൺ ലാംഗ്വേജ്, പൂർലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന ആ ഒരു ഓർഡിനറി ലാംഗ്വേജ്, അതായിരുന്നു അദ്ദേഹം തൻ്റെ വർക്കിനകത്ത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പല ക്രിട്ടിക്സും അദ്ദേഹത്തിൻ്റെ ഈ വർക്കുകളിൽ പല മോഡേണിസ്റ്റ്, പോസ്റ്റ് മോഡേണിസ്റ്റ് ഫീച്ചേഴ്സാണ് കണ്ടെത്തിയത്. എന്നാൽ ബഷീർ അതിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം നോർമൽ മലയാളത്തിൽ എഴുതിയെന്ന് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കോമ്പിനേഷൻ ഓഫ് ഹ്യൂമർ ആൻഡ് പാതോസ്. വളരെ വിഷമകരമായ സിറ്റുവേഷനെ പോലും ശരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിഷമം ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ പോലും അതിന് വളരെ ഹ്യൂമറായിട്ട്, തമാശ രൂപേണയാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ആ ഒരു കോമ്പിനേഷൻ, ഹ്യൂമറും പാതോസും തമ്മിലൊരു കോമ്പിനേഷൻ, അത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് പഠിക്കാനായിട്ടുള്ള ഈ ഒരു പ്രത്യേക നോവൽ പാത്തുമ്മയുടെ ആടിനകത്തും നമുക്കത് ഒരുപാട് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വർക്കുകളാണ് പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, മതിലുകൾ, ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പയ്ക്കാൻ ആനയുണ്ടായിരുന്നു, അനർഘ നിമിഷം തുടങ്ങിയവ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, വള്ളത്തോൾ അവാർഡ് മുതലായവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോവലിലേക്ക് പോകാം. പാത്തുമ്മയുടെ ആട് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഈ ഒരു നോവലിന് കൃത്യമായിട്ടൊരു കഥയില്ല, ഒരു സ്റ്റോറി അങ്ങനെ പറയാനായിട്ടില്ല. ബഷീറിൻ്റെ വീട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങളും അവിടെ താമസിക്കുന്ന ആളുകളും അവിടുത്തെ മൃഗങ്ങളും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചില ഈവൻസൊക്കെയാണ്, കുറച്ച് എപ്പിസോഡ്സ് പോലെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു പ്ലോട്ട് നമുക്കിതിനകത്ത് പറയാനില്ല. ചില കാര്യങ്ങൾ നമുക്കതിനകത്ത് വരുന്ന ചില എപ്പിസോഡ്സ് നമുക്കൊന്ന് വായിച്ചു പോകാം. നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന തമാശ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അനേക കാലത്തെ അലഞ്ഞു തിരിഞ്ഞുള്ള ഏകാന്ത ജീവിതത്തിന് ശേഷം മൂക്കത്ത് ചുണ്ടിയുമായി ഞാൻ വൈക്കം പട്ടണത്തിനടുത്ത് തലയോല പറമ്പിലുള്ള എൻ്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നു. സ്റ്റൈലൻ സ്വീകരണം. എനിക്കെന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ഞാനിരുന്ന് പുകഞ്ഞു. എൻ്റെ വീട്, ഞാൻ ആരെ പഴിക്കണം? 10-15 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ താമസിച്ചിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ ചില രാത്രികൾ കഴിച്ചു കൂട്ടിയതായ ഓർമ്മയേ ഉള്ളൂ. എനിക്ക് താമസിക്കുവാനായി മാത്രം വീടിനെതിരെ പബ്ലിക് റോഡിൻ്റെ വക്കിൽ ഓടിട്ട ഒരു ചെറിയ കെട്ടിടമുണ്ട്. അത് പണിയുമ്പോൾ ഞാൻ കല്ലും മണ്ണും ചുമന്നിട്ടുണ്ട്, വളരെ അധ്വാനിച്ചിട്ടുണ്ട്. ശാന്തതയ്ക്കും ഭംഗിക്കും വേണ്ടി പലതും ചെയ്തു. ഉയരത്തിൽ കല്ല് കെട്ടിച്ച് വെള്ളമണൽ വിരിച്ച മുറ്റത്തിന് ചുറ്റും ഭംഗിയുള്ള ചെടികളുണ്ട്. പൂപ്പരത്തിയിൽ മുല്ലയും പിച്ചിയും വളർത്തിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ മൂലകളിൽ പേർ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ 2 കുളങ്ങളുണ്ട്, കുടിക്കാനൊന്ന്, കുളിക്കാനൊന്ന്. എനിക്കായി മാത്രം സ്പെഷ്യൽ കക്കൂസ്.
പറമ്പ് നിറയെ തെങ്ങുകളും വാഴയും, കൂടാതെ പല വൃക്ഷങ്ങളും ഞാൻ നട്ടുപിടിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ വീടും അതുപോലെ ആ വീട്ടിലെ അന്തരീക്ഷവും പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ തുടങ്ങുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്ക് വായിച്ചു നോക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചുറ്റാൻ പോയി. വർക്കലയിലെ ശിവഗിരി, മദിരാശി, എറണാകുളം, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലായി 3 കൊല്ലം താമസിച്ചു. എന്നിട്ട് സുഖമില്ലാതെ പ്രശാന്തത തേടി തിരിച്ചു വരുമ്പോഴുണ്ട് ഞാൻ താമസിക്കുന്ന ചെറിയ കെട്ടിടം എൻ്റെ നേരെ ഇളയവൻ അബ്ദുൽ ഖാദർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീമാൻ രാമൻകുട്ടി അരിവെപ്പ് കാരണമായി അവിടെ സുഖമായി താമസിക്കുകയാണ്. മൂപ്പർക്ക് വീട് നന്നായി പിടിച്ചു. എങ്കിലും മാറിത്തരാം, പക്ഷേ ആ വലിയ ഗ്രാമത്തിൽ വേറെ വീട് കിട്ടാൻ ഒരു വഴിയുമില്ല. എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ താമസമാക്കി. നിശബ്ദത, ശാന്തത, പിന്നെ പരിപൂർണ്ണ വിശ്രമമാണ് എനിക്ക് ആവശ്യം. ആരോഗ്യം വീണ്ടെടുക്കണം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ശല്യങ്ങളോ ഒച്ചകളോ ഒന്നും ഉണ്ടാവരുത്. പക്ഷെ ഞാൻ ശല്യങ്ങളുടെയും ബഹളങ്ങളുടെയും ഒച്ചകളുടെ നടുവിലായി, ഒത്ത നടുവിൽ. ഓലമെഞ്ഞ ഒരു ചെറിയ 2 മുറികളും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട്. അതിൽ ആരെല്ലാമാണെന്നോ താമസക്കാർ? എൻ്റെ ഉമ്മ, എൻ്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ, അബ്ദുൽ ഖാദറിൻ്റെ ഇളയവനായ മുഹമ്മദ് ഹനീഫ, അവൻ്റെ കെട്ടിയോളായ ഐഷോമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബ് മുഹമ്മദ്, ലൈല, മുഹമ്മദ് റഷീദ്, ഹനീഫയുടെ ഇളയതായ ആനുമ്മ, അവളുടെ കെട്ടിയോനായ സുലൈമാൻ, അവരുടെ ഓമന സന്താനമായ സയ്യിദ് മുഹമ്മദ്, പിന്നെ എൻ്റെ എല്ലാറ്റിനും ഇളയ അനുജൻ അബൂബക്കർ എന്ന അബു. ഇത്രയുമാണ് മനുഷ്യർ. ഇവരെ കൂടാതെയുമുണ്ട് സംഭവങ്ങൾ. എവിടുന്നോ വന്ന് കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചമ്പുറത്ത് സദാ ഓടി നടക്കുന്ന 1,900 എലികൾ, പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേ ഏറെ കാക്കകൾ. ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ റാഞ്ചിക്കൊണ്ട് പോയി തിന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. ഇത്രയും ആളുകളാണ് ബഷീറിൻ്റെ കുടുംബ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ താൻ വെച്ച വീട് വാടകയ്ക്ക് പോയപ്പോഴേക്കും അദ്ദേഹം ഈ ഒരു ബഹളത്തിൻ്റെക്ക് ഇത്രയും ആളുകളുടെ ഇടയിലോട്ടാണ് താമസിക്കാനായിട്ട് വരുന്നത്. ഇനിയാണ് നമ്മുടെ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ആടിനെക്കുറിച്ച് പറയുന്നത്. ആ ആടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ പറയപ്പെട്ട ബഹളത്തിൽ ഞാൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരാട്. പെണ്ണ് തന്നെ, തവിട്ട് നിറം, നല്ല ചുറുചുറുപ്പുണ്ട്. അത് വെളുപ്പിനെ എൻ്റെ വീട്ടിൽ വന്ന് അടുക്കളയിൽ കയറി വല്ലതും പ്രാതൽ കഴിക്കും. എന്നിട്ട് പുരയ്ക്കകത്ത് കടന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചവിട്ടി അവരെ ഉണർത്തി മുറ്റത്തിറങ്ങി രാത്രി വീണ പ്ലാവിൽ വളരെ ധൃതിയോടെ തിന്നു തുടങ്ങും. മുറ്റത്തിൻ്റെ അരികിലുള്ള പ്ലാവ് വൃത്തദശ കടന്നതാണ്, എങ്കിലും ചക്കകളുണ്ട്. എത്ര ആടുകൾക്ക് വേണമെങ്കിലും കൊടുക്കാൻ പ്ലാവിലേയുമുണ്ട്. ആട് പ്ലാവിലെയെല്ലാം വേഗം തിന്നു തീർത്തിട്ട് മുറ്റത്തിൻ്റെ അരികിലുള്ള ചാമ്പ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലും. അവിടെ വീണ് കിടക്കുന്ന ചാമ്പങ്ങയെല്ലാം തിന്നും. എന്നിട്ട് മുകളിലേക്ക് നോക്കും. അപ്പോഴേക്ക് ഉമ്മായോ കുഞ്ഞാനുമ്മായോ ഐഷോമായോ ആനുമ്മായോ മുറ്റമടിക്കാൻ ചൂലുമായി വരും. ആട് ഓടി പുരയ്ക്കകത്ത് കയറി അവിടേക്ക് അങ്ങനെ പരതി നടക്കും. ഇതാരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെല്ലാം കയറുന്നു, എന്തെല്ലാം ചെയ്യുന്നു! എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾപ്പോരും കേൾവിയുമില്ലാത്തൊരു വീട്. ചാരു കസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിലിരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എൻ്റെ കിടക്കൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാല സഖി ശബ്ദങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിൻ്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാല സഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. മുൻകാലുകൊണ്ട് ചവിട്ടിയിട്ട് 2-3 പേജുകളെ നക്കി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ്. തിന്നട്ടെ, നല്ല ആട് തന്നെ. ശബ്ദങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഘോരഘോരമായി വിമർശന പീരങ്കി ഉണ്ടകൾ ഏറ്റ ചെറു പുസ്തകമാണ്. എങ്കിൽ സംഗതി ഭീകരം. ആ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ? യാതൊരു സങ്കോചവുമില്ല. ബാല്യകാല സഖി അകത്തായി. ഉടനെ ശബ്ദങ്ങൾ തുടങ്ങി. 2 മിനിറ്റ് കൊണ്ട് മുഴുവനും സാപ്പിട്ടു. എന്നിട്ട് ആട് എൻ്റെ പുതപ്പ് തിന്നാൻ തുടങ്ങി. ഈ രീതിയിലാണ് പാത്തുമ്മയുടെ ആടിനെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പാത്തുമ്മ എന്ന് പറയുന്നത് അബ്ദുൽ ഖാദറിൻ്റെ പെങ്ങളാണ്. കുടുംബ വീട്ടിൽ നിന്നും കുറച്ച് മാറിയാണ് പാത്തുമ്മ താമസിക്കുന്നത്. പാത്തുമ്മയുടെ ഭർത്താവും മകളും ഉണ്ട്. എന്നാൽ എല്ലാ ദിവസവും രാവിലെ പാത്തുമ്മയും ഈ ആടുമായിട്ട് ഈ വീട്ടിലേക്ക് വരും. പാത്തുമ്മ വരുന്നതിനെ പറ്റി ഇങ്ങനെയാണ് ബഷീർ പറയുന്നത്. കൊച്ചുണ്ണി പോയി കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വെച്ചിട്ട് തൻ്റെ കൊച്ചുമകൾ ഖദീജയുമായി പാത്തുമ്മ നേരെ ചൊവ്വേ വീട്ടിലേക്ക് വരും. വരുന്നതൊരു സ്റ്റൈലിലാണ്. വാലുപോലെ പിറകിൽ ഖദീജ. സ്വപ്നത്തിൽ എന്ന വണ്ണമാണ് പാത്തുമ്മയുടെ നടപ്പ്. വീട്ടിലെത്തിയാൽ വിധം മാറും.
പാത്തുമ്മയുടെയും ഒച്ച പൊന്തും. അതിനാവശ്യമുണ്ടല്ലോ, അവളാണ് ഉമ്മായുടെ മൂത്ത മകൾ. ഈ നോവലിനകത്ത് ബഷീർ കുറച്ച് പെൺകുട്ടികളെ കുറിച്ച് പറയുന്നു. അതിങ്ങനെയാണ് പറയുന്നത്: ചാമ്പമരം കായ്കളാൽ മന്ദഹസിക്കുകയാണ്. ഞാനതിൽ നോക്കി ചാരികസേരയിൽ പടിഞ്ഞോട്ട് തിരിഞ്ഞു കിടക്കുമ്പോൾ മ്യാവ് മ്യാവ് എന്നുള്ള വൃത്തികെട്ട ശബ്ദങ്ങളോടെ അഭയാർത്ഥി പൂച്ചകൾ എൻ്റെ അടുത്ത് വന്നു. അതിൽ ഒന്ന് ഉശിരോടെ ചാടിക്കയറി എൻ്റെ മടിയിലിരിപ്പായി. വലിയ വൃത്തിയുള്ളതല്ല ഈ പൂച്ച. എന്തിനെൻ്റെ മടിയിൽ കയറിയിരിക്കുന്നു? തമ്മിൽ യാതൊരു പരിചയവുമില്ല, എങ്കിലും കണ്ടപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയിരിക്കാം. ഓ, ഇരിക്കട്ടെ. അങ്ങനെ റോഡിലേക്ക് നോക്കുമ്പോൾ കുറേയേറെ പെൺകുട്ടികൾ പോകുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്നവരാണ്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. സുന്ദരികൾ, തീക്ഷ്ണമായ നോട്ടം. എന്താ കാരണം? എല്ലാ വീടുകളിലും ഉള്ളതുപോലെ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. അതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വായിച്ചു നോക്കാം. അബുവിൻ്റെ ഒച്ച കേട്ടയുടനെ പൂച്ചകൾ ഓടി, കാക്ക പറന്നു, കോഴികൾ പരക്കം പാഞ്ഞു. പാത്തുമ്മയുടെ ആട് അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഓടി. പിള്ളേര് കരച്ചു നിർത്തി. പരുന്തുകളും എറിയനും നിശബ്ദരായി എങ്ങോ ഒളിച്ചു. സ്ത്രീകളുടെയും വർത്തമാനം നിലച്ചു. വീട് നിശബ്ദമായി. അബുവിൻ്റെ ഒച്ച പൊന്തി. വലിയ കാക്ക ഇതെല്ലാം അനുവദിക്കുന്നല്ലോ. പൂച്ച, പിള്ളേർ, കോഴി, കാക്ക, ആട്. ആടിന് തീറ്റി വളർത്താൻ കണ്ട ഒരു സ്ഥലം. എല്ലാത്തിനെയും ഞാൻ ഭാഗമാക്കാം. ഉമ്മ ആ വടിയും തെറ്റാലി എടുത്തുകൊണ്ട് വന്നേ. പാത്തുമ്മ ഉടനെ സങ്കടത്തോടെ പറയുന്നത് കേട്ടു. ഖദീജ, നമ്മുടെ ആടിനെ വിളി. നമുക്ക് ഈ വീട്ടിൽ അവകാശമൊന്നുമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വാ പോകാം. പൊന്നുമ്മ, ഞങ്ങൾ പോണ്. അബു ഒച്ചയിട്ടു. എനിക്ക് ഈ വീട്ടിൽ വല്ല അവകാശം ഉണ്ടോയെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ ഹനീഫാക്കിയനെയും കെട്ടിയോളെയും പിള്ളേരെയും കുടിയിറക്കും. ഞാനും ഒച്ചയിട്ടു, വലിയ ഒച്ച. എടാ, ഈ വീട്ടിൽ നിൻ്റെ ഒച്ച കേട്ടു പോകരുത്. നിൻ്റെ എല്ല് ഞാൻ തകർത്ത് കളയും. നൂല് പോലെയാണ് അവൻ്റെ ഒരു തൊള്ള. ഈ വീട്ടിലെ എല്ലാവർക്കും പല പല ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ ബഷീറിനോട് പറയാറുണ്ട്. ഉമ്മയും പാത്തുമ്മയും ഓരോ സമയത്തും പലരും വന്ന് ബഷീറിനോട് പണം ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് വായിക്കുന്നത്. പാത്തുമ്മ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് തിക്കും പൊക്കും നോക്കി. ആരുമില്ല. പാത്തുമ്മ രഹസ്യമായി പറഞ്ഞു. വലിയ ഇക്കാക്ക, ആരും അറിയണ്ട. ആരും അറിഞ്ഞാൽ വഴക്കിടും. ഇനി എനിക്ക് വലിയ ഇക്കാക്ക രൂപ ആയിട്ടൊന്നും തരണ്ട. ഖദീജയ്ക്ക് 2 കമ്മൽ പണിയിച്ചു കൊടുത്താൽ മതി. ഹനീഫയും അറിയണ്ട. കൊച്ചിക്കായും അറിയണ്ട. അബുവും അറിയണ്ട. ഉമ്മായും അറിയണ്ട. ഞാൻ പതുക്കെ ചോദിച്ചു, കമ്മൽ വെള്ളിയുടേതോ പൊന്നിൻ്റേതോ? പാത്തുമ്മ തിക്കും പൊക്കും നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു, പൊന്നിൻ്റെത് വേണം. വലിയ ഇക്കാക്ക വല്ലവരോടും പറയുമോ? ഹേയ്, ഞാൻ പറഞ്ഞു, പരമരഹസ്യമാക്കി വയ്ക്കും. അങ്ങനെ പാത്തുമ്മയുമായി ഒരു രഹസ്യ കരാറിൽ ഞാൻ ഏർപ്പെട്ടു. പാത്തുമ്മ അപ്പുറത്ത് പോയി എന്തോ വീട്ടു ജോലിയിൽ ഏർപ്പെട്ട തക്കത്തിന് ആനിമ പതുക്കെ എൻ്റെ അടുത്ത് വന്നു. അവൾക്ക് ഗർഭമുണ്ട്. പാത്തുമ്മ സ്കൂളിൽ പോയിട്ടില്ല. ആനിമ സ്കൂളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് വർത്തമാനം പാത്തുമ്മയുടെ മാതിരിയല്ല. ആനിമ പതുക്കെ പറഞ്ഞു, വലിയ ഇക്കാക്ക രൂപയായിട്ട് ഇനി എനിക്കൊന്നും തരണ്ട. പാത്രങ്ങൾ വാങ്ങിച്ചു തന്നാൽ മതി. അതും ഇപ്പോൾ വേണ്ട. ഞങ്ങൾ മാറി താമസിക്കുമ്പോൾ മതി. ഈ വിവരം ഇത്താത്തിയോടും പറയരുത്. അതായത് പാത്തുമ്മ അറിയരുതെന്ന് ചുരുക്കം. അറിഞ്ഞാൽ പറയും, മതിയടി മതിയടി നിൻ്റെ കള്ളത്തരം. നീ ഒരു പഠിത്തക്കാരി. ഞാനില്ലാത്തപ്പോൾ നീ വല്യക്കാക്കയടുത്ത് എല്ലാം മേടിച്ചല്ലേ. അതുകൊണ്ടാണ് ഈ പാത്രങ്ങളുടെ രഹസ്യം ചെവിക്ക് ചെറി അറിയാണ്ടായത്. ആനിമ്മയ്ക്ക് വീട്ടുപാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊള്ളാമെന്നും അത് രഹസ്യമായി തന്നെ വയ്ക്കുന്നതാണെന്നുമുള്ള കരാറിൽ ഞാൻ ഒപ്പുവെച്ചു. മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. ഉമ്മ വന്നപാടെ പതുക്കെ പറഞ്ഞു, എടാ, ഒരു 10 രൂപ എനിക്കിതാ. അതിന് ഞാനിപ്പോൾ ഉമ്മയോട് എന്ത് ഉപദേശിച്ചു എന്ന മട്ടിൽ ഞാൻ നോക്കി. ഉമ്മ പതുക്കെ തുടർന്നു, അബ്ദുൽ ഖാദർ അറിയരുത്, ഹനീഫ അറിയരുത്, ആനുമ്മയും പാത്തുമ്മയും അറിയരുത്. ഞാൻ വളരെ രഹസ്യമായി തന്നെ ചോദിച്ചു, കുഞ്ഞാനുമ്മയും ഐശോമ്മയും അറിയുന്നതിൽ വല്ല വിരോധമുണ്ടോ? ഉമ്മ ഗർവിച്ചു, മതി, തരണുണ്ടേ താ, ആരും അറിയണ്ട. ഞാനും ലേശം ഗർവിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ വന്നതിന് ശേഷം എത്ര രൂപ തന്നിട്ടുണ്ട് ഈ വീട്ടിൽ? പരസ്യമായും രഹസ്യമായും നിങ്ങൾ തന്നെ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട്? പാത്തുമ്മയുടെ ആട് കഥാപാത്രമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു ഇൻസിഡൻറ്റ് ഇവിടെ പറയാം. അതിങ്ങനെയാണ്. പാത്തുമ്മയുടെ ആടിൻ്റെ മേട് രാവിലെ തുടങ്ങി. ഏതാണ്ട് 8 മണിയായി കാണും. തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലങ്കോട്ടി കെട്ടി ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു. അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു. ഉള്ളടത്തി പാറു, ഉള്ളടത്തി പാറു, വാലേപ്പിടി വാലേപ്പിടി, മുള്ളണത് കണ്ടില്ല, മുള്ളണത് കണ്ടില്ല, കൊമ്പേപ്പിടി കൊമ്പേപ്പിടി. എന്താണ് സംഗതി? ഞാൻ ജനാലയിലൂടെ നോക്കി. വലിയ വിശേഷമൊന്നുമില്ല. പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവനും തിന്നു കഴിഞ്ഞു. ബാക്കിയുള്ളതിനെ പിടികൂടിയിട്ടുണ്ട്. അബി ആടിൻ്റെ കഴുത്തിൽ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. പാത്തുകുട്ടി വാലിൽ പിടിച്ച് വലിക്കുകയാണ്.
സൈനി മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുമുണ്ട്. ആരിഫ അന്തം വിട്ട് നിൽക്കുന്നു. റഷീദും സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരൽ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ്. ലൈല ആടിൻ്റെ പള്ളക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു. ഉള്ളാടത്തി പാറു, ഉള്ളാടത്തി പാറു. ഞാൻ തോർത്ത് ചുറ്റി മുറിയിൽ നിന്ന് വരാന്തയിൽ കയറി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആടിനെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപെടുത്തി. അബിയുടെ ട്രൗസറിൻ്റെ മുൻഭാഗം മാത്രമല്ല, ഒരു പോക്കറ്റും ആട് തിന്നുകളഞ്ഞു. സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല. അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ പോക്കറ്റിൽ വെള്ളയപ്പം ഉണ്ടായിരുന്നു. ഒന്നവൻ ആടിന് കുറേ കൊടുത്തു. ബാക്കി മുൻവശത്ത് തിരികെയിട്ട് ആടിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് തിന്നാൻ പറഞ്ഞു. ആട് അപ്പവും ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം തിന്നു. കേശയിലുള്ളത് കേശയോടെ തിന്നു. അബി പറഞ്ഞു. ബാപ്പ തല്ലും. അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ? തല്ലട്ടെ. തെല്ല് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കാനില്ലടാ, ആരും പറയുകയില്ല. പാത്തുക്കുട്ടി ലൈല, സൈനി മുഹമ്മദ് എന്നിവരോടും രഹസ്യം പാലിക്കാൻ പറഞ്ഞു. ലൈലയോട് മേലിൽ ആരെയും ഉള്ളാടത്തി പാറു എന്ന് വിളിക്കരുതെന്ന് ഉപദേശിച്ചു. ബഷീർ ആ വീട്ടിലെ പിള്ളേരെയും കൊണ്ട് കുളിക്കാൻ വേണ്ടി പോകുന്നൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെയാണ്. ഞാൻ എല്ലാവരെയും മൂവാറ്റുപുഴ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കരയ്ക്ക് നിർത്തി. എന്നിട്ട് മുങ്ങാങ്കുഴിയിട്ടും പതച്ചും അങ്ങനെ കുളിക്കുകയായിരുന്നു. അപ്പോൾ അബിയുടെ ഒരു വിളി കേട്ടു, വലിയ മൂത്താപ്പ. ഞാൻ തിരിഞ്ഞു നോക്കി. ആരും വെള്ളത്തിലിറങ്ങി പോയിട്ടില്ല. ഞാൻ നീന്തി കടൽ ചെന്നിട്ട് ചോദിച്ചു, എന്താടാ? അബി പറഞ്ഞു, എനിക്ക് ട്രൗസറില്ല. അവൻ വ്യക്തമാക്കി. നാണം മറയ്ക്കാൻ അവനൊന്നുമില്ല. പരിപൂർണ നഗ്നനായി നാട്ടുവഴിയെ കൂടി അവൻ എങ്ങനെ പോകും? ഞാൻ ചോദിച്ചു, നീ വന്നത് ഇങ്ങനെയല്ലേ? അതെല്ലാം ശരി, അതൊക്കെ അപ്പോൾ. ഇപ്പോൾ അബി അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരുവനെ കടത്ത് വഞ്ചിയിൽ കണ്ടു. അവൻ മുണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അബിയുടെ നാണം മറയ്ക്കാൻ ഞാനൊരു തോർത്ത് കൊടുത്തു. അപ്പോൾ പാത്തുക്കുട്ടിക്ക് നാണസംബന്ധിയായ ആവശ്യം വന്നു. അവൾക്കും വേണമുണ്ട്. ഞാൻ കുളി കഴിഞ്ഞ് എൻ്റെ മുണ്ടെടുത്ത് ഉടുത്ത് തോർത്തുരിഞ്ഞ് നനച്ചു പിഴിഞ്ഞ് തല തുവർത്തിയിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് പാത്തുക്കുട്ടിയെ ഉടുപ്പിച്ചു. ലൈലയ്ക്കും സൈനി മുഹമ്മദിനും നാണം തോന്നി തുടങ്ങിയിട്ടില്ല. ഉണ്ടായിരുന്നിൽ എന്ത് ചെയ്യുമായിരുന്നു? എൻ്റെ പക്കൽ 2 തോർത്തേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളമണം നിറഞ്ഞ റോഡിലൂടെ ഞങ്ങൾ ചെന്നു. ബഷീറിൻ്റെ ഭാവന ചിറക് വളർത്തുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ഉത്കണ്ഠയോടെ എന്നെ നോക്കിക്കൊണ്ട് പറ്റമായി വിദ്യാർത്ഥികൾ റോഡേ പോയി. സുന്ദരിമണികൾ. എനിക്ക് സന്തോഷമായി. അവർക്കറിയാം ഞാൻ ആരാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നത്. അവർ തമ്മിൽ ഒരു സംവാദം നടക്കും. ഇത് ഞാൻ സുന്ദരമായി ഭാവന ചെയ്തതാണെന്ന് ഓർക്കണേ. ചുരുളൻ മുടിക്കാരി. ആ ചാരികസരെ വളർന്നു കിടക്കുന്ന ആരെന്നറിയാമോ? മാൻകണ്ണി. പിന്നെ അറിഞ്ഞുകൂടെ? സുപ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ. കോകിലവാണി. ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുമല്ലോ. പൂച്ചക്കണ്ണി. അത് അയാളൊന്നുമല്ല. ആ ചെറ്റക്കുടൽ പോലത്തെ വീട് കണ്ടില്ലേ? മധുവാണി. പൊടി പൂച്ചക്കണ്ണി, അദ്ദേഹമാണത്. കാണണോ ഇന്നെൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുന്നത്? പൂച്ചക്കണ്ണി. ഓടി, എന്നാലൊന്ന് കാണാമല്ലോ. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന വഴി അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു. ആ പെൺകുട്ടികൾ ഒരിക്കൽ കൂടെ വരുന്നുണ്ട്. അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അവരുടെ ഓട്ടോഗ്രാഫിൽ എഴുതാനായി പേരെടുക്കാൻ വിചാരിച്ചു. ഉടനെ തോന്നി, വരട്ടെ, കുറേ നേരം വന്ന് നിൽക്കട്ടെ. അവർ വന്നു. എന്നെ നോക്കിയില്ല. അവർ നേരെ ചാമമരത്തിൻ്റെ ചൂടിൽ ചെന്ന് ഉമ്മയോടെന്തോ പറഞ്ഞിട്ട് എന്തോ കൊടുത്തു. ഉമ്മ തുണിത്തുമ്പിൽ നിന്ന് ഒരു കുന്ന് ചാമ്പങ്ങ എടുത്ത് അവർക്ക് കൊടുത്തു. അവർ ഓരോന്ന് അവിടെ നിന്ന് കടിച്ച് തിന്നുകൊണ്ട് ചാമമരത്തിലേക്ക് കൊതിയോടെ വായിൽ വെള്ളം ഊറിച്ചുകൊണ്ട് നോക്കി. കൊതിച്ചി കഴുതകൾ. ഉമ്മയുടെ വൃത്തികെട്ട തുണിത്തുമ്പിൽ കെട്ടിയിരുന്ന ചാമ്പങ്ങയാണ് അവർ കൊതിയോടെ തിന്നുന്നത്. എന്നാൽ വൃത്തിയുള്ള എന്നെ നോക്കിക്കൂടെ, കഴുത കൂമ്പാരങ്ങളെ? ഒരു ഞെട്ടലോടെ എനിക്ക് രഹസ്യങ്ങളെല്ലാം വ്യക്തമായി. പെമ്പിള്ളേർ നോക്കിയിരുന്നത് എന്നെ ആയിരുന്നില്ല, ചാമ്പങ്ങയായിരുന്നു, കൊതിച്ചികൾ. ബഷീറിൻ്റെ തമാശ വരുന്ന ഒരു ഭാഗം, അദ്ദേഹം എഴുതിയൊരു ഭാഗം ഇങ്ങനെയാണ്. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഡും. പാത്തുമ്മയുടെ ആട് പെറ്റു. ആട് പ്രസവിക്കുന്നത് ഇതിലും നന്നായിട്ട് എഴുതാനായിട്ട് വേറെ ആർക്കും കഴിയില്ലെന്ന് തോന്നുന്നു. ഈ രീതിയിലാണ് ബഷീറിൻ്റെ നോവൽ മുന്നോട്ട് പോകുന്നത്. ഒരു കൃത്യമായിട്ടൊരു പ്ലോട്ടില്ലാതെ ചില സംഭവങ്ങൾ മാത്രം. ആ വീട്ടിൽ നടക്കുന്ന പല പല കാര്യങ്ങളും, അവിടെ നടക്കുന്ന ഒരു ആടിനെ കേന്ദ്രമാക്കി വരുന്ന പല പല കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന സമ്മറി വായിച്ചു നോക്കാം. പാത്തുമ്മാസ് ഗോട്ട് അല്ലെങ്കിൽ പാത്തുമ്മയുടെ ആട്, ട്രാൻസ്ലേറ്റഡ് ബൈ R.E. Asher and Achama Koyilparambil Chandrasekharan, enjoys an iconic status in the history of Malayalam literature. It introduced a new form of realistic writing, both in content and form, that struck a chord with the contemporary readers, and its popularity has not dimmed ever since. The novel does not boast of a specific and structured plot.
It is episodic in nature, and many of the events, while contributing to the richness of the big picture, are self contained enough to be regarded as standalone pieces, too. There is no central human conflict or evolution of any single character. If anything, as the title reveals, the novel is about the activities of Pathama's god and the repercussion it has on a large family that owns it. Yet, the life contained in the novel is very realistic, pulsating with all kinds of situations, ironies, and emotions that make up everyday experiences in a lower middle class household. മലയാളം ലിറ്ററേച്ചറിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുത്ത ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ഇതൊരു മറ്റ് നോവലുകൾ പോലെ ഒരു വലിയ നോവലല്ല, വളരെ ഒരു ചെറിയൊരു നോവലുണ്ട്, ലഘു നോവലാണ്. ഈ നോവലിൻ്റെ കണ്ടൻറ്റ് ഫോം എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആണ്. ഈ നോവലിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്ലോട്ടില്ല, ഒരു സ്ട്രക്ചേർഡ് പ്ലോട്ടില്ല, ഒരു കഥ പോലെ ഒരു സ്റ്റാർട്ടിങ്ങോ ഒരു എന്താണ് ഒരു ക്ലൈമാക്സോ ഒരു എൻഡിങ്ങോ ഒന്നുമില്ല. ഇത് എഴുതിയിരിക്കുന്ന ഒരു എപ്പിസോഡായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോ എപ്പിസോഡിനും ഓരോ ഈവൻറ്റിനും തമ്മിൽ വലിയ കണക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും അതിന് മൊത്തത്തിൽ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേക ക്യാരക്ടറുടെ എവല്യൂഷനോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല ഇതിനകത്ത്. അതിൻ്റെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ആ പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെയാണ് ഈ കഥയിൽ പറഞ്ഞു പോകുന്നത്. ഒരു ലോവൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആളുകളുടെ സിറ്റുവേഷൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ഇമോഷൻസ്, അവരുടെ വിഷമങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, ചെറിയ രീതിയിലുള്ള മോഷണങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഈ കഥയിൽ കൈകാര്യം ചെയ്യുന്നു. On the one hand, the novel is about lack of money, the difficulties the family faces to make both ends meet, the borrowings, the thefts, the quarrels, and the revenges that come with poverty. At the same time, it is also about outwitting one another, settling scores, finding immediate solutions to problems, and looking for alternatives, etc. The overall ambience the work presents is one of tolerance, adjustment, sharing, and togetherness. It also indirectly praises the quality of resourcefulness that women seem to have mastered not only for their survival but for the growth of their families as well. In other words, events that can easily be presented as tragic are seen from the prism of humor. ഈ കഥയിലെ മെയിൻ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അവിടെ കാണുന്ന അവിടുത്തെ ദാരിദ്ര്യം, അതോടനുബന്ധിച്ച് വരുന്ന പണത്തിനുള്ള ആവശ്യങ്ങൾ, അവരുടെ ഡിഫിക്കൽട്ടീസ്, അതുപോലെ തന്നെ അവർ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാടുകൾ, ബോറോയിങ്സ്, ചെറിയ ചെറിയ രീതിയിലുള്ള കളവുകൾ, അതിൻ്റെ ഫലമായിട്ടുള്ള കോറൽസ്, റിവഞ്ച്, ഇതൊക്കെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ഏതൊരു വീട്ടിലും ഉള്ളതുപോലെ കാണപ്പെടുന്ന ചില കാര്യങ്ങൾ ഇവിടെയും കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ടോളറൻസ്, ഷെയറിങ്, ടുഗദർനെസ്, ഇതൊക്കെ തന്നെ ഇവിടെയുണ്ട്. തൻ്റെ വീട് നോക്കി നിർത്താൻ പാടുപെടുന്ന സ്ത്രീകൾ, അപ്പം ഇങ്ങനെ പല കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാം വളരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ട്രാജിക്കായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ തന്നെ വളരെ ഹ്യൂമറസ് ആയിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. The final impression that the novel leaves in its readers' minds is one of hope and cheer. There is a spirit of thankfulness, whether it is mentioned openly or not, in everyone, a sense of relief that things are not too bad after all. After their bath in the pond, the children are naked, but Bashir has a towel to spare in order to cover their shame. He is thankful that the other children are too young to feel shy about their nakedness. ഈ കഥയുടെ ആദ്യ അവസാനം വരെയും നമുക്ക് ഒന്നുപോലെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഹോപ്പ് ആൻഡ് ചിയർ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ശുഭാപ്തി വിശ്വാസം, നാളെ എല്ലാം ശരിയാകുമെന്നൊരു വിശ്വാസം. പാത്തുമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ആട് പറയട്ടെ അപ്പോൾ കാണിച്ചു തരാം. ആ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത്. Pathumma may be full of complaints, but she does not lament. Her hopes are kept alive by the prospects of the goat producing kids. Pathumma's goat may eat everything that it sets its eyes upon, but eventually it will also yield milk and bring joy to the household. Abdul Qadir may criticize Bashir for his lack of grammatical knowledge, but will also read and appreciate his works later. Hanifa may be a miserly wretch, but he is not thrown out of the house. Bashir may want peace and quiet, but he can never be intolerant towards
his noisy and demanding nieces and nephews. The group of girls may stand at the entrance of Bashir's house to collect the jumbo fruits and not to look admiringly at Bashir, but there's a Suhasini to see his autograph and thus pamper his ego. Pathuma may think that she has scored a victory over her family, but Umma and the rest of the women have their own means of winning without making Pathuma realize the actual truth. It is this enveloping sheen of humanism that makes Pathuma's Court a classic. പാത്തുമ്മയുടെ പ്രതീക്ഷ പോലെ തന്നെ പാത്തുമ്മയുടെ ആട് പ്രസവിച്ച് കഴിയുമ്പോഴേക്കും ആ കുടുംബത്തിന് ആശ്വാസമായിട്ട് പാല് കിട്ടി തുടങ്ങുന്നു. ബഷീറിൻ്റെ അനിയനായിട്ടുള്ള അബ്ദുൽ ഖാദർ, അദ്ദേഹം ബഷീറിൻ്റെ ഗ്രാമാറ്റിക്കൽ നോളജിനെ കുറിച്ച് കളിയാക്കാറുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം ബഷീറിൻ്റെ വർക്കുകളൊക്കെ വായിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹനീഫ ഒരു മൈസർലി പേഴ്സണായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബഷീർ ഒരു റൈറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യമെന്ന് പറയുന്നത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. എന്നാൽ ആ ഒരു വീടിനകത്ത് അദ്ദേഹത്തിന് അതൊന്നും കിട്ടുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം വളരെ ടോളറൻ്റ് ആയിട്ട് അദ്ദേഹം ആ ഒരു അറ്റ്മോസ്ഫിയർ അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നേഴ്സിനോടും നെവീസിനോടൊപ്പം അദ്ദേഹം ജീവിക്കുന്നു. ബഷീറിൻ്റെ വീടിന് മുന്നിൽ വരുന്ന കുറച്ച് പെൺകുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തെ അഡ്മയർ ചെയ്യാൻ വന്നതെന്നാണ്. എന്നാൽ അവർ വന്നത് ജാമ്പ ഫ്രൂട്ട്സ് പറിക്കാനായിട്ടായിരുന്നു. എന്നാൽ അതിൽ ഒരു പെൺകുട്ടി സുഹാസിനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുന്നുണ്ട്. ഇതുപോലുള്ള പല പല സംഭവങ്ങൾ ഒരു വീടിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ ഇൻസിഡൻസ് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.